ശ്രീ കെ എച്ച് ബാബുജാൻ, ഞാൻ ആദ്യം ഷമ്മാസിലേക്ക് തന്നെ എത്താം. KSU നേതാവ് ഷമ്മാസിലേക്ക്. ഷമ്മാസ്, ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നടന്നത് VC-യുടെ ഒരു തടസ്സപ്പെടുത്തലാണ് ജനാധിപത്യ പ്രക്രിയകളുടെ. ഇതാണ് ഇടത് സംഘടനകൾ മുമ്പോട്ട് വെക്കുന്ന ആരോപണം. കോടതിയും ഏകദേശം അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തന്നെ വോട്ടെണ്ണണം എന്ന തീരുമാനത്തിലൂടെ എത്തുന്നത്. എന്തൊക്കെയാണ് ഈ സംഭവ വികാസങ്ങളെ ഏതൊക്കെ അർത്ഥത്തിലാണ് കാണേണ്ടത്? എങ്ങനെയാണ് KSU കാണുന്നത്? കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ അതിന്റെ ഓരോ നടപടിക്രമങ്ങളും വിവാദങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത്. അക്കാര്യത്തിൽ പ്രത്യേകിച്ച് വൈസ് ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സംഘപരിവാർ അജണ്ടകൾ ഉൾപ്പെടെ ഒരുപക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. അങ്ങനെ വ്യത്യസ്ത തലത്തിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളുടെ പുറത്ത് സർവകലാശാലകളെ ഇത്തരം രാഷ്ട്രീയ പേക്കൂത്തുകളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള ചില പ്രത്യേക അജണ്ടകൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടികളൊക്കെ കോടതികളിലേക്കും കോടതി നടപടികളിലേക്കും കോടതിയുടെ തീരുമാനങ്ങളിലേക്കും ഒക്കെ കടക്കുന്നതും. ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്തരമൊരു ആശയക്കുഴപ്പത്തിനും വോട്ടിനെ സംബന്ധിച്ചൊരു തർക്കത്തിനും ഒക്കെ ഇടയാക്കുന്നത് ഈ കോടതി വ്യവഹാരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. വളരെ കൃത്യമായി തന്നെ ഈ കാലാവധി പൂർത്തിയായ സെനറ്റ് അംഗങ്ങളുടെ വോട്ടവകാശത്തെ ചൊല്ലിയും ചാൻസലർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ ചൊല്ലിയുമുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നു. അവരുടെ വോട്ടവകാശം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അത് പിന്നീട് കോടതിയിലേക്ക്, ഹൈക്കോടതി ഇടപെടുന്ന രീതിയിലേക്ക് പോകുന്നു. താൽക്കാലികമായി ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് തടഞ്ഞു വെക്കുന്ന, അതിന്റെ ഫലം തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക്, അത് വോട്ടെണ്ണാതെ മാറ്റി സെപ്പറേറ്റ് പ്രത്യേകം പെട്ടികൾ സൂക്ഷിക്കണമെന്നുള്ള ഇടക്കാല ഉത്തരവ് വരുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങൾ. എന്നാൽ ഇന്ന് ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടുകൾ എണ്ണുന്നത് സംബന്ധിച്ചൊരു വലിയ തർക്കത്തിലേക്ക് പോകുന്നു. മാറ്റിവെച്ച വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് മറ്റു വോട്ടുകൾ എണ്ണാം എന്ന് പറയുന്നു. കേവലം ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും അജണ്ടകളും ഒളിച്ചു കടത്തുന്ന കേന്ദ്രങ്ങളായി കേരളത്തിലെ സർവകലാശാലകൾ മാറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്വമായി നമുക്ക് അതിനെ നോക്കിക്കാണാൻ വേണ്ടി കഴിയുന്നു. കൃത്യമായി ഒരു വശത്ത് ഇടതുപക്ഷവും CPM-ഉം അതിന് നേതൃത്വം നൽകും, മറ്റൊരു വശത്ത് ഗവർണറും സംഘപരിവാർ ശക്തികളും അതിനേക്കാൾ വലിയ വാശിയോടുകൂടി നേതൃത്വം നൽകുകയാണ്. വ്യത്യസ്ത തലത്തിൽ കാതലായ വിഷയം. അടി പോത്തിനെങ്കിൽ ഒരടി വഴിയാത്രക്കാരൻ്റെ ഇരിക്കട്ടെ, അപ്പോൾ ഒരു കോമ്പൻസേഷൻ ആവും. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണോ ഈ രാഷ്ട്രീയ പ്രക്രിയകളെ കാണേണ്ടത്? പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെ ഒരു ദേശീയ പ്രസ്ഥാനം, അതിൻ്റെ ഭാഗഭാക്കായി നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കാണേണ്ടത്? ഇവിടെ മോഹനൻ കുന്നുമ്മേൽ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ആരാണ്? എന്താണ് അതിൻ്റെ കാരണം? സർവകലാശാലകളിൽ ഭരണഘടനാ സ്ഥാപനത്തിന് അപ്പുറത്തേക്കുള്ള പദവികൾ വഹിക്കുന്നത് തമിഴ്നാടടക്കം, ബംഗാൾ അടക്കം, നിരവധി പഞ്ചാബ് അടക്കം ഉള്ള സംസ്ഥാനങ്ങൾ അത് റീഓക്കുപ്പ് ചെയ്തു, അത് പുനരവതരിപ്പിച്ചു. പക്ഷേ കേരളത്തിന് അത് ചെയ്യാൻ നിയമനിർമ്മാണ സഭയ്ക്ക് അവകാശമില്ല എന്ന തരത്തിലേക്കാണ് ആ ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് നിയമനിർമ്മാണ സഭ പാസ്സാക്കിയത്. ആ വിഷയത്തിലടക്കം ഈ കാര്യങ്ങളിൽ സമഗ്രമായൊരു രാഷ്ട്രീയ വീക്ഷണമുണ്ടാകണം. അപ്പോഴാണ് അടിപോത്തിന് എങ്കിൽ ഒരടി വഴിയാത്രക്കാരന്, ഇടതുപക്ഷത്തിന് സംഘപരിവാറിന് ഇങ്ങനെ പോകാനാകുമോ KSU-ന്? അതിലെന്ത് രാഷ്ട്രീയ നൈതികതയാണുള്ളത്? അല്ല അജിംഷാദ്, ഇതിനകത്തൊരു വളരെ വ്യക്തമായ നിലപാട് തന്നെയുണ്ട്. ഇക്കാര്യത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പക്ഷം ചേരുകയോ മറുപക്ഷം ചേരുകയോ അല്ലെങ്കിൽ ഇപ്പറ വഴിയാത്രക്കാരൻ്റെ അടിക്കുന്ന പോലെ അല്ലല്ലോ. ഇതിൽ വളരെ കൃത്യമായ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇക്കാര്യത്തിൽ ഏറ്റവും ഒന്നാമത്തെ പ്രതി ഈ പറഞ്ഞ സർവകലാശാലകളെ സംഘപരിവാർ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്നതിനുള്ള വേദിയാക്കിയ ചാൻസലർ തന്നെയാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളിൽ സ്വാഭാവികമായി ഗവർണർ നടപടി നമ്മൾ സ്വാഗതം ചെയ്യാറുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിയോ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല. അത് സർവകലാശാലകളുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയും ഒക്കെ ഒരു ചാൻസലർ പദവിയിലിരുന്ന് ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. പക്ഷെ മറിച്ച് ഇത്തരം രീതിയിൽ ഈ പറഞ്ഞ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ചട്ടുകങ്ങളായി വച്ച് അതിനെ തുറന്നെടുക്കുന്ന സമീപനം തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. പ്രശ്നം ഉയർക്കൊള്ളുന്നത്, അതായത് നെഹ്റുവിൻ്റെയും ഇന്ന് രാഹുൽ ഗാന്ധിയിൽ വരെ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവർ എത്തി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ദേശീയ വീക്ഷണത്തിൽ വരുന്ന ചില കക്ഷി രാഷ്ട്രീയ സങ്കുചിത്വ ഭാവങ്ങളാണ്.
അതിൽ പ്രതിഫലിച്ചത്? ഗവർണറെ കണ്ണടച്ചെതിർക്കേണ്ടതില്ല, ഗവർണർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് സെലക്റ്റീവ് ആകുന്നു. എന്ത് ചില കാര്യങ്ങൾ? അതിൽ രാഷ്ട്രീയമില്ലെന്നാണോ? അല്ല, ഗവർണറുടെ അല്ലല്ല, നിയമനവുമായി അല്ല, അത് ബന്ധപ്പെട്ട് ഗവർണറുടെ സ്ഥാനം തന്നെ ആവശ്യമില്ല എന്ന തരത്തിൽ ചർച്ച ചെയ്യുന്ന ഗവർണർക്ക് രാഷ്ട്രീയം ഉണ്ടാകും, ഗവർണർ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവും, അതൊക്കെ നടപ്പിലാക്കുന്നുമുണ്ട്. അതേസമയം അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം സമാനമായ എതിർ വശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്നുമുണ്ട്. അതിനെ അങ്ങനെ എല്ലാ കാര്യത്തെയും അങ്ങനെ കണ്ണടച്ച് അതാണ് രാഷ്ട്രീയത്തിൽ അത് ശരിയാണ്. അതൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് തന്നെ പോകണം. അത് നിലപാട് തന്നെ സ്വീകരിച്ച് മുന്നോട്ട് മുതിർന്ന പോകുന്നുണ്ടോ? നേതാക്കൾ ഈ അടക്കമുള്ളവർ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാടും അതിന്റെ വിശാലമായ ചിന്താഗതിയും ഷമാസ്, ഞാൻ തിരിച്ചെത്താം. രാഷ്ട്രീയ നയങ്ങൾക്ക് വളരെ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് ഷമാസ്, പോകുന്നു. നമുക്ക് അത് ശരിയാണ്, അതൊരു രാഷ്ട്രീയ ചർച്ചയാണ്. അതിൽ തീർച്ചയായും KH ബാബുജാൻ കൂടി വരുന്ന ഘട്ടത്തിൽ നമുക്ക് ആ അർത്ഥത്തിലേക്ക് നീങ്ങാം. ഇപ്പോൾ ഇന്ന് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ എന്താണ്? കോടതിയിൽ നിന്ന് എന്ത് ഉത്തരവാണ് എത്തിയത്? അത് ഏതർത്ഥത്തിലാണ് തിരിച്ചടിയായി ഉയർക്കൊള്ളുന്നത്?